എന്താ പറയുന്നത്, ആ ബേബീനെ കിട്ടിയതിൻ്റെ ആ ഒരു ന്യൂസ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുക. ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ ദ മൂൺ അല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ നമ്പായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ കിട്ടുമോ ഇല്ലോ എന്ന് അറിയാതിരുന്നിരുന്നിരുന്നു ഞങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഭയങ്കര ന്യൂട്രൽ ആയിരുന്നു. അപ്പം ബേബിനെ കിട്ടിയപ്പോൾ ഞങ്ങൾ അത് പ്രോസസ്സ് ചെയ്യാൻ ഒത്തിരി സമയം എടുത്തു ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ പിന്നെ കാണാം നമുക്ക് പ്ലസൻ്റ് അവരെടുത്തതും പ്ലസൻ്റ് വെച്ച് നോക്കുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. ഞങ്ങളതെല്ലാം കണ്ടു. അപ്പോൾ പ്ലസൻ്റ് എല്ലാം നോർമലായിരുന്നു, എല്ലാം പുറത്ത് വന്നു. അവർ പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്, വയറിൽ വന്ന് നല്ല പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും കുറച്ച് ബ്ലീഡൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് എവറിത്തിങ് ഈസ് മോസ്റ്റ്ലി ഗുഡ്. അങ്ങനെ ശാലിയും ബേബിയും അവർ തമ്മിൽ സ്കിൻ ടു സ്കിൻ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു നോർമലായിട്ട് പോയി. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കുറേ കോംപ്ലിക്കേഷൻസ് നടന്നു. അതിന് ലാക്ടേഷൻ്റെ ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈം മോംസിന് മിൽക്ക് വരാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ലാക്ടേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലാക്ടേഷൻ ഒത്തിരി പ്രസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് ബേബിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം അതിൻ്റെ ഒരു ബേബി എടുക്കാതെ വരുമ്പോൾ നമുക്ക് കുറച്ച് ട്രോമയൊക്കെ ഫീൽ ചെയ്യും. വൈ ഈസ് ഈ നോട്ട് ടേക്കിംഗ് ദ മിൽക്ക്, അവൻ എന്താ കരയുന്നത്, അതെല്ലാം ഓർത്ത് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ 2 days കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ 2 days നമ്മൾ അഡ്മിറ്റ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തത് മൺഡേ ഡെലിവറി ആയിരുന്നു. വെനസ്ഡേ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ആൻഡ് ദെൻ ഈ ബേബിക്ക് അപ്പം ഞാൻ ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് ഫോർമുല ഞങ്ങൾ രണ്ടും കൊടുക്കുന്നുണ്ട്. വി ആർ ട്രൈങ് ബോത്ത്. ബേബിനെ കുറച്ച് നേരം ബ്രസ്റ്റ് മിൽക്ക് ചെയ്തതിന് ശേഷം ഞാൻ പമ്പ് ചെയ്യും, സാലി ഫോർമുല ബേബിക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ദെൻ ഐം ഹാവിങ് സിവിയർ പെയിൻ. കിടന്നു കഴിഞ്ഞാൽ കാല് തളർന്നു പോവുക, കാല് നമ്പാവുക. പിന്നെ സ്റ്റാലി എന്നെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തി തുടങ്ങുന്നതിന് ശേഷമാണ് ഐ എം ഏബിൾ ടു മൂവ്. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും when I'm sharing it with my parents and all, that is normal. You just delivered, you are so tired, പെയിൻ കാണും ഉറപ്പാ. എന്നാലും നമുക്ക് എന്തോ ഒരു ശരിയല്ലാത്ത പെയിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ഷിവറിങ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഒരു നൈറ്റ് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നുണ്ട്. സോ എൻ്റെ പനി സപ്രസ്ഡ് ആയിപ്പോയി. പനി വന്നില്ല, പനി മാസ്കായി. ആൻഡ് ഐ ഹാഡ് ഇൻഫെക്ഷൻ. സോ ദാറ്റ് വാസ് ഓൺ എ ഫ്രൈഡേ ആണ് ഷിവറിങ് വന്നത്. ഫ്രൈഡേ തന്നെ നെക്സ്റ്റ് ഡേ സാറ്റർഡേ എമർജൻസിയിൽ പോയി. പിന്നെയും അവിടെ പോയിട്ട് ഇങ്ങനെ ബ്ലഡ് എന്തോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു യൂറിൻ കൾച്ചർ വരാനായിട്ട് 2 days ആവും. ഐ തിങ്ക് ഇറ്റ് വാസ് എ UTI. they thought it was an UTI. അതുകൊണ്ട് UTIയുടെ മെഡിസിൻ തന്നിട്ട് എന്നെ വീട്ടിൽ വിട്ടു. എനിക്ക് കുറയുന്നില്ല. അപ്പം എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു മൺഡേ ക്ലിനിക്കിൽ വന്ന് നോക്കാം, നമ്മൾ വിൽ ടേക്ക് എ ലുക്ക് അറ്റ് യു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിംറ്റംസ് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടറിന് മനസ്സിലായി there is something going on with the uterus, because UTI നെഗറ്റീവായിട്ട് വന്നു. എനിക്ക് UTI ഇല്ല. ഇപ്പോൾ യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ എമർജൻസിയിലോട്ട് വിടുന്നത്. എമർജൻസി പോയി ഒരു നരകമാണത്. ആക്ച്വലി ഐ ഷുഡ് സേ ദാറ്റ്, ബിക്കോസ് ദേ വിൽ ടേക്ക് ഫോർ എവർ ടു ലുക്ക് അറ്റ് യു. കുറേ പ്രോസസ്സസും എല്ലാം കഴിഞ്ഞ് അവരാദ്യം പെയിൻ മാനേജ്മെന്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു സൊല്യൂഷൻ അല്ല അവർ നോക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ പോയി അഡ്മിറ്റായി. അപ്പം ബേബി വീട്ടിൽ, ഞാൻ ഹോസ്പിറ്റലിൽ, ഒരു മെസ്സാണ്. അപ്പം